സർ, നമ്മുടെ ഈ 2025-ലും അവിശ്വസനീയമാം വിധം പ്രചരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള കൾട്ട് ഗ്രൂപ്പുകൾ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ന് സജീവമാണ്. അവിടെയാണ് ഒരു നക്ഷബന്ദി ത്വരീഖത്ത് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് അറിയുന്നത്. മാധ്യമങ്ങളിൽ ഈ ഗ്രൂപ്പിനെ കുറിച്ച് വലിയ വാർത്തകൾ വന്നിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷൻ ഏതൊക്കെയോ വിധത്തിൽ കേസ് എടുത്തിട്ടുണ്ട് എന്നറിയാൻ സാധിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഈ നക്ഷബന്ദി ത്വരീഖത്ത് എന്ന് പറയുന്ന ഒരു സംഗതി? നമസ്കാരം. ഈ ഇസ്ലാം എന്താണെന്ന് നമുക്കറിയാം. ഇസ്ലാം എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം. അതിനൊരു ആത്മീയമായിട്ടുള്ള ഒരു അടിത്തറ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആശയപരമായ ഒരു അടിത്തറ എന്നുള്ള രീതിയിൽ ഒരു പുസ്തകവും അതിൻ്റെ കുറേ കാര്യങ്ങളും, പിന്നെ അതിനൊരു ആത്മീയ ആചാര്യൻ എന്നുള്ള രീതിയിൽ ഒരു പ്രവാചകൻ, പിന്നെ കുറേ അതിൻ്റെ ഫോളോവേഴ്സ്, പിന്നെ കുറേ നിയമങ്ങൾ, ഇങ്ങനെ ഒരു വളരെ ഒരു വലിയ ചട്ടക്കൂടാണെന്ന് നമുക്കറിയാം. ഒരു കൾട്ടാണെന്നാണ് നമ്മൾ പറയാറുള്ളത്. ഒരു പൊളിറ്റിക്കൽ, ഒരു ഫാഷിസ്റ്റ് കൾട്ട് തന്നെയാണ് ഇസ്ലാം എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതിൽ നിന്നും വ്യത്യാസപ്പെടുത്തിക്കൊണ്ട്, എന്നാൽ ഇതിന്റെ തന്നെ ഭാഗമായിക്കൊണ്ട് ഈ സൂഫി ലൈനിൽ വരുന്ന ഒരു സംഗതി, അതാണ് ഈ പറയുന്ന, പച്ചയ്ക്ക് പറഞ്ഞാൽ നക്ഷബന്ദി തരീഖത്ത് എന്ന് പറയുന്ന ഒരു സൂഫി ലൈനിൽ നിലനിൽക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, നിങ്ങൾ ദൈവത്തോട്, അള്ളാഹുവിനോടൊക്കെ കാണിക്കുന്ന വലിയ ഒരു എന്താണ് ഒരു ഭയഭക്തി എന്നൊക്കെ പറയുന്ന സംഗതി, അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങളൊക്കെ ചെയ്യുന്നു, നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഇങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള സൂഫി ലൈനിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ പ്രകടനപരത വളരെ കുറവാണെന്നുള്ളതാണ്. ഈ ഇങ്ങനെ ആളുകളെ കാണുന്ന രീതിയിൽ, കാണിക്കുന്ന രീതിയിലുള്ള നിസ്കാരങ്ങളോ അല്ലെങ്കിൽ വലിയ പ്രാർത്ഥനകളോ ഇങ്ങനെയുള്ള സാധനമൊന്നും ഉണ്ടല്ലോ. എല്ലാം വളരെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം. അങ്ങനെയുള്ള ഒരുപാട് സൂഫി കൾട്ട് ഗ്രൂപ്പുകളുണ്ട് ഈ ലോകത്ത്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിലനിന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ നക്ഷബന്ദി തരീഖത്ത് എന്ന് പറയുന്നത്. ഈ നക്ഷബന്ദി തരീഖത്ത് എന്ന് പറയുന്ന സാധനം വരുന്നത് തന്നെ ഈ ഉസ്ബെക്കിസ്ഥാൻ, ആ ഭാഗത്ത് എവിടെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഈ സാധനം വരുന്നത് തന്നെ. ആ സ്ഥലവുമായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെയാണ് ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ന് ഉള്ള അതിൻ്റെ ആളുകളിൽ നിന്നും നമ്മൾ ബാക്കോട്ട് ട്രേസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അബൂബക്കർ എന്ന് പറയുന്ന ആദ്യ ഖലീഫയിലേക്കാണ് ഇത് ചെന്നെത്തുക എന്നാണ് പറയുക. അങ്ങനെ ഒരു വലിയൊരു ലീനിയേജ് ഉണ്ടെന്നാണ് പറയുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിലനിൽപ്പ്. അപ്പോൾ ഇത് ആരാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള കുറേ സൂഫി വര്യന്മാർ എന്ന് പറയുന്ന രീതിയിലുള്ള കുറേ ആളുകൾ, അല്ലെങ്കിൽ ഇവരുടെ ഷെയ്ഖന്മാർ എന്നൊക്കെ ഇവർ വിളിക്കുന്ന കുറേ ആളുകൾ. തരീഖത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പാത എന്നാണ് പറയാം, തരീഖ് എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ ഒരു പാതയാണത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആചാര്യന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെയൊക്കെ വരുന്നു. ആശയം എന്ന് പറയുന്നതിലേക്കാണ് പിന്നെ നമ്മൾ ഇത് എന്താണെന്ന് നോക്കേണ്ടത്. ആശയത്തിലേക്ക് വരുമ്പോൾ ഇസ്ലാമിൽ നിന്നും വളരെ വ്യത്യാസമാണ് എന്ന് ഒരു ഏകദേശ ധാരണ ഉണ്ടെങ്കിലും, വളരെ കാതലായിട്ടുള്ള ചില ആശയങ്ങളുണ്ട് അതിനകത്ത് വരുന്നത്. അതിലിപ്പോൾ പ്രധാനമാണ്, ഇപ്പോൾ പുരുഷന്മാരുടെ ഒരു വേഷവിധാനം നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കാണാറുണ്ട്, ഇപ്പോൾ താടി വെക്കും, മീശ പഠിക്കും എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാം. ഇവരെ സംബന്ധിച്ചിടത്തോളം താടി വെക്കാൻ പാടില്ല, മീശയാണ് വെക്കേണ്ടത്, ഇങ്ങനെയാണ് ഇവർ പറയുക. അപ്പോൾ എങ്ങനെയാണ് അത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഖുർആൻ എന്ന് പറയുന്ന സംഗതിക്ക് ഒരു ഇസ്ലാം കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഒരു അന്ത്യ കിതാബാണ്. ഇനി അതിന് ശേഷം അതിനകത്ത് മാറ്റത്തിരുത്തലുകളൊന്നുമില്ല. മുഹമ്മദ് നബി എന്ന് പറയുന്നത് അന്ത്യപ്രവാചകനാണ് എന്നാണ് പറയുക. പക്ഷേ ഈ തരീഖത്തിലേക്ക് വരുമ്പോൾ അന്ത്യപ്രവാചകൻ, അന്ത്യ കിതാബ് എന്ന് പറയുന്ന സാധനമൊന്നുമില്ല. അതിങ്ങനെ ഇവോൾവ് ചെയ്യും എന്നുള്ളതാണ് അവർ പറയാം. എന്നുവെച്ചാൽ പ്രവാചകന്മാർ പിന്നെയും വന്നുകൊണ്ടിരിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലവിലുള്ള പ്രവാചകൻ, ഇപ്പോൾ കേരളത്തിലെ ഈ നക്ഷബന്ദിയൊക്കെ പറയുന്ന സമയത്ത് അവർ പറയുന്നത് അതിൻ്റെ ഏതൊരു ഷാഹുൽ ഹമീദ് എന്നോ അങ്ങനെ അങ്ങോട്ട് പേരുള്ള ഒരാളാണ് ഇന്നിപ്പോൾ അതിൻ്റെ ഒരു പ്രവാചകനായിട്ട് അവർ അതിനെ കാണുന്നത്. അപ്പോൾ അയാൾ, അവരുടെ ഇമാമ് അല്ലെങ്കിൽ ഷെയ്ഖ് പറയുന്നതാണ് അവരത് കാര്യമായിട്ട് എടുക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ ഖുർആനിലെ കാര്യങ്ങളും പറയുമ്പോൾ അത് മാറ്റിക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ പുതിയ പുതിയ സംഗതികളൊക്കെ വെച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആശയപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കുറേ നിയമങ്ങൾ ഇവർ വെക്കുന്നുണ്ട്. ആ നിയമങ്ങൾ എന്ന് പറയുന്നത് അത് ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള കുറേ നിയമമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം എന്താണ്, അത് ഏതൊരു കൾട്ട് മാഫിയ സംഘങ്ങളും എങ്ങനെയാണോ നിലനിൽക്കുന്നത് അതേപോലെ തന്നെയാണ് ഇത് നിലനിൽക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു പ്രൈമറി ഒരു സംഗതി എന്ന് പറയുന്നത് ഇതിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ആ ഡിസിപ്ലിന് വേണ്ടിയിട്ട് അവർ കുറേ നിയമങ്ങൾ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഇതിനകത്ത് നിൽക്കുന്ന വേളയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്നു, ഇതിൽ ഫോളോ ചെയ്യണം എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇതിനകത്ത് വിശ്വാസം നഷ്ടപ്പെട്ടാൽ, നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ
അയാളുമായിട്ടുള്ള ബന്ധം എല്ലാവരും അവസാനിപ്പിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥ. അങ്ങനെ പോയ ആളെ വേട്ടയാടുന്ന ഒരു അവസ്ഥ, അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തുന്ന അവസ്ഥ, ഇതെല്ലാം അവിടെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ മാഫിയ ഗ്രൂപ്പുകളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഓമർട്ട എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, കോഡ് ഓഫ് സൈലൻസ് എന്ന് പറയുന്ന ഒരു സംഗതി. അതായത് അത് നടപ്പിലാക്കും, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അത് എല്ലാ കൾട്ട് ഗ്രൂപ്പുകളും ചെയ്യുന്നതാണ്. ഇസ്ലാം ചെയ്യുന്നു, തരീക്കത്തും ചെയ്യുന്നു, എല്ലാവരും ചെയ്യുന്നു. ഈ മാഫിയകളുടെ ഒരു പൊതു സ്വഭാവമാണെന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴും ഇന്ന് നമ്മളിത് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നത് ഈ ഒരു സാധനത്തിന്റെ പേരിലാണ്. കാരണം നമ്മളുമായിട്ടൊക്കെ സംസാരിച്ച ഒരു വ്യക്തിയാണ്, ഒരു റിയാസ് എന്നാണ് ആളുടെ പേര്. റിയാസും അവരുടെ ഭാര്യയും ഒരു സഹോദരിയും ഒക്കെ വന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തുന്നത് കണ്ടു കാണും. അപ്പോൾ അതിൽ അവർ പറയുന്നത് എന്താണ്, അവർക്ക് ഈ സാധനത്തിൽ നിന്ന് പുറത്തു പോകണം, ഇത് ശരിയല്ല എന്ന് തോന്നി ഇതിനെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ, അതുപോലെ ആ സ്ത്രീകൾ ഫേസ് ചെയ്ത ചില മനുഷ്യാവകാശ ലംഘനങ്ങൾ മുൻനിർത്തിയിട്ട് അവർ ഇതിൽ നിന്ന് പുറത്തു പോകണം എന്ന് വിചാരിച്ചപ്പോൾ ഉടനെ അവരെ വേട്ടയാടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലും അവർക്ക് പല കാര്യങ്ങളും നിഷേധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും അവരെ വീട്ടിൽ കയറി ആക്രമിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. അപ്പോഴാണ് ഇത് കേസിലേക്കൊക്കെ പോകുന്നതും നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. ഇത് ഒരാൾ മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇതുപോലുള്ള അവസ്ഥകൾ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നു. അപ്പം ഇങ്ങനെ ഒരു സംഗതി നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമായിട്ട് മാറുന്നതും കേസെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. എന്നാൽ ഇത് ഇങ്ങനെ ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇത് ഇസ്ലാമിനേക്കാൾ നല്ലൊരു സാധനമാണല്ലോ എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇതിൽ ഇങ്ങനെ ഒരു കൾട്ട് രൂപം അതിനുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിന്നാൽ പോരെ, നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കാൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഒന്ന് പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പണിയുണ്ട് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതിനകത്ത് മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട്. അതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം, അതുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നതെന്ന് പറയും. ഞാൻ ഇതിനെ കാണുന്നത് ഇത് സത്യത്തിൽ ഒരു സോഫ്റ്റ് ജിഹാദിസം തന്നെയാണെന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുക. ഇത് ജിഹാദിസത്തിലേക്ക് തന്നെയാണ് ഇത് കൊണ്ടെത്തിക്കുന്നത്. കാരണം ഈ തരീക്കത്തിന്റെ ഒരു ഉത്ഭവം മുതൽ ഇന്ന് വരെയുള്ള ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പല ജിഹാദി പ്രവർത്തനങ്ങൾക്കും ഇത് വലിയ തോതിൽ ഇത് ഒരു പിൻബലം കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ സൂഫികളൊക്കെ വളരെ നല്ലവരാണ്, സൂഫിസത്തിലേക്ക് പോയാൽ വളരെ പാട്ടും പാടി കഞ്ചാവ് അടിച്ച് നടക്കാം, പുക മാത്രമേ കാണുള്ളൂ എന്നൊരു പൊതു സ്വഭാവം ആളുകൾ പറയാറുണ്ട്. നമ്മളോടൊക്കെ ചോദിച്ചല്ലോ, ഇപ്പൊ എൻ്റെ വീട്ടിലടക്കം നമ്മൾ ഈ മതം ഉപേക്ഷിക്കുന്ന ഒരു സമയത്ത് എന്നോട് ചോദിച്ചു, നിനക്ക് സൂഫിയെങ്കിലും ആയിക്കൂടെ എന്നാണ് എന്നോട് ചോദിച്ചത്. ആ ഒരു ചോദ്യം കേട്ടപ്പോൾ അതെന്തോ സാധനമാണെന്ന് തോന്നി. ഒരു 2 മാസം ഞാൻ സൂഫിയായിരുന്നു. ആ സൂഫി ആയപ്പോൾ മനസ്സിലായി ഇതിനകത്ത് പുക മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് കുറച്ച് കഴിയുമ്പോൾ വെടിയൊച്ചയും കേൾക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടാണ് നമ്മൾ ഈ സാധനത്തിൽ നിന്നും അത് നമുക്ക് പറ്റിയതല്ല, നമ്മൾ ഈ കൊണ്ടു നടക്കുന്ന സാധനത്തിന് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കി പുറത്തേക്ക് പോകണം. അപ്പോൾ എവിടെയാണ് ഇതിന്റെ പ്രശ്നം? ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ താലിബാൻ എന്ന് നമ്മൾ പറയാറുണ്ട്. താലിബാൻ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് താലിബാൻ ചെയ്യുന്നതെന്നുള്ളത്. താലിബാന്റെ ഒരു ആശയം എവിടുന്നാണ് കിട്ടുന്നത്? ദിയോബന്ദ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് മൂവ്മെന്റിൽ നിന്നാണ്. എന്താണ്, ഒരു റിവൈവലിസ്റ്റ് മൂവ്മെന്റ് ആണ്. അതായത് മുസ്ലിങ്ങൾ ആദ്യം മതം പഠിപ്പിക്കണം എന്നൊരു സ്വഭാവമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. അല്ലാതെ ഹിന്ദുക്കളെ മതം മാറ്റണമെന്നോ അല്ലെങ്കിൽ അതൊന്നുമല്ല അവർ പറഞ്ഞു. മുസ്ലിങ്ങൾക്ക് മതമില്ല, അവർ ഇസ്ലാമിൽ നിന്ന് അകലുന്നു. അപ്പോൾ അവർക്ക് കൂടുതൽ മതം പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം എന്ന രീതിയിലാണ്, കൂടുതൽ തീവ്രമായ ഒരു ആശയം കൊടുക്കുന്ന ഒരു രീതിയിലാണ് ദിയോബന്ദികൾ വന്നത്. ഈ ദിയോബന്ദ് എന്ന് പറയുന്ന സംഗതി, ആ ആശയത്തിന്റെ അതിന്റെ ഒറിജിൻ എവിടുന്നാണ്? അത് ഈ പറയുന്ന നക്ഷബന്ദിയിലെ വരെ എത്തി നിൽക്കുന്നു എന്നോടത്താണ് ഈ നക്ഷബന്ദി ടു ദിയോബന്ദി, ദിയോബന്ദി ടു താലിബാൻ എന്ന് നമുക്ക് കാണാൻ കഴിയുക. ഇത് ഒരു താലിബാൻ മാത്രമല്ല, ഇപ്പോൾ ഇത് ഉസ്ബെക്കിസ്ഥാൻ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണെന്ന് നമ്മൾ പറയുമ്പോൾ ഇവരുടെ ചില ആചാര്യന്മാര് ആ പ്രദേശത്തുണ്ടായിരുന്ന ചില ആളുകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ ചെച്ചൻ തീവ്രവാദത്തിൽ, അതുപോലെ ഇറാഖിൽ ഉണ്ടായിട്ടുള്ള ചില വിഷയങ്ങളിൽ ഒക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അവർ ഏർപ്പെടുന്നതും കൂടി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് ഇതിന്റെ ഒരു തീവ്രവാദ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഒറിജിൻ അതിനുണ്ട്, അങ്ങനെ ഒരു കണക്ഷൻ കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇത്തരം തീവ്രവാദ സംഘങ്ങൾക്ക് എവിടുന്നാണ് ഇതിന്റെ ഒരു അറ്റാച്ച്മെന്റ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ത്വരീഖത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു കൾട്ട് സ്വഭാവത്തിലെ ഏറ്റവും പ്രധാന ഘടകമായി ഡിസിപ്ലിനും അതിൽ അവർ ഈ നിയമം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമവും, ഇതൊക്കെ ഇതുപോലുള്ള തീവ്രവാദ സംഘങ്ങൾക്ക് വലിയ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരാളെ പെട്ടെന്ന് തീവ്രവാദിയാക്കുന്നതിനേക്കാളും ആദ്യം നക്ഷബന്ദിയിലേക്ക് എത്തിക്കും. എന്നിട്ട് ആ ഒരു സംഗതിയിൽ ജീവിച്ച് കുറെ അങ്ങ് കഴിയുമ്പോൾ അവരെ പിന്നെ പതിയെ തീവ്രവാദിയാക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഇതാണ് അവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഇങ്ങനെ ഉസ്ബെക്കിസ്ഥാനിൽ തുടങ്ങി കേരളത്തിലെത്തുമ്പോൾ കേരളത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് ഇതിന്റെ എന്താണ്, നല്ല സാധനം എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇതിനെ കാണാൻ കഴിയുക. അങ്ങനെയാണ് ആളുകൾ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ഈ വിഷയം നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ പല ആളുകളും നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു. ഇതിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകൾ, നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല ഞങ്ങൾ, ഇത് നിങ്ങൾ അറിഞ്ഞതിനും അപ്പുറത്തേക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ഇത് പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന കുറെ ആളുകളെ കണ്ടു.
നമ്മൾ അവരോട് എൻഗേജ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. കാരണം ഇതിപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ എന്താണോ വിശ്വാസികൾ നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ് ഈ നക്ഷബന്ദികളും നമ്മളോട് പറയുന്നത്. എൻ്റെ നക്ഷബന്ദി ഇങ്ങനെയല്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നക്ഷബന്ദി എന്താണെന്ന് അറിയാൻ ഇവിടെ ഈ വിശ്വാസികളിലൂടെ അറിയേണ്ട ഒരു ഗതികേട് നമുക്കില്ല. അല്ലാതെ തന്നെ അറിയാനുള്ള സംവിധാനങ്ങൾ എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എത്രയൊക്കെ നല്ലതാണ്, നിങ്ങൾ ഓർഡർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വെച്ചാലും ഇതിൻ്റെ ഒരു അവസ്ഥ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണുന്നത് അത് ജിഹാദിലേക്ക് വരെ എത്തി നിൽക്കുന്ന ഒരു സാധനമായിട്ടാണ് നമുക്ക് അതിനെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ജിഹാദ് എത്തിയിട്ടില്ല. നിങ്ങൾ ഈ നിയമങ്ങളും ഇപ്പോൾ ഖാപ്പ് പഞ്ചായത്തുകളൊക്കെ എന്താണോ നോർത്ത് ഇന്ത്യയിൽ ചെയ്യുന്നത്, എന്താണോ കാണുന്നത്, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, സോഷ്യൽ മീഡിയ പാടില്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചില തീട്ടൂരങ്ങളൊക്കെ ആയിട്ട് വെക്കുമ്പോൾ അതൊക്കെയാണ് ഇപ്പോഴും ഈ നക്ഷബന്ദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയിട്ടുള്ളൂ. ഖാപ്പ് പഞ്ചായത്ത് ജിഹാദിലേക്ക് പോയതിന്റെ തെളിവില്ല എന്നത് മാത്രമാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അല്ലായിരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വലിയ സംഭവമായിട്ട് നമ്മുടെ മാധ്യമങ്ങളെങ്കിലും എന്ന് ഏറ്റെടുത്തേനെ. ഇപ്പോൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു പ്രശ്നം അതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, യഥാർത്ഥ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പുറത്ത് പറയാൻ അവർ തയ്യാറാവുന്നില്ല. കാരണം ഇത് പറഞ്ഞ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇസ്ലാം ഇതിലേക്ക് വരും. അപ്പൊ പിന്നെ ഇത് പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ പറയണം. ഇത് എവിടുന്ന ഇതിന്റെ തുടക്കം, അത് ആരിൽ നിന്ന് വരുന്നു, ഇത് ഇസ്ലാമിനെതിരാണ് എന്നുള്ളത് വരെ ചിലപ്പോൾ പറയേണ്ടി വരുമ്പോൾ, എന്നാൽ അതിനകത്ത് ചില ഇസ്ലാമിക ഘടകങ്ങൾ ഇവർ എടുക്കുന്നു എന്നും കൂടി വരുമ്പോൾ അത് എത്തുന്നത് എവിടെയാണ്? അത് ഈ കോമൺ പാത്തായിട്ടുള്ള ജിഹാദിലേക്കാണെന്നും കൂടി വരുമ്പോൾ ഇതൊക്കെ പറയേണ്ടി വരില്ലേ? അപ്പൊ പിന്നെ ഇത് പറയുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ആലോചിച്ചിട്ടാവും. അല്ലെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലൊരു പൊതു സ്വഭാവമുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹിന്ദുത്വ തീവ്രവാദമാണ്. ഇസ്ലാമിക തീവ്രവാദമോ അവർ മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങളൊന്നും ഒരു വിഷയമേ അല്ല, കാപ്പ് പഞ്ചായത്ത് ഉണ്ടാക്കുന്നത് മാത്രമേ നമുക്ക് ചർച്ച ചെയ്യേണ്ടുള്ളൂ എന്നൊരു സ്വഭാവം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കൂടിയൊക്കെയാണ് ഇതിങ്ങനെ ഇഗ്നോർ ചെയ്ത് പോകുന്നത്. നമ്മൾ പറയുന്നത് മനുഷ്യാവകാശ ലംഘനം അത് ഏത് മതത്തിന്റെ ഏത് ആശയത്തിന്റെ പേരിൽ നടന്നാലും അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അത് ഒരു മനുഷ്യ അവകാശത്തിന്റെ പ്രശ്നമായിട്ട് ഉയർത്തി കാണിച്ച് അതിനെ വലിയ ചർച്ചയാക്കേണ്ട ഒരു ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട്. അതിവിടെ പൊതുമാധ്യമങ്ങൾ ചെയ്യുന്നത് കാണുന്നില്ല. ഏതായാലും നിങ്ങളെപ്പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങളെങ്കിലും അതിന് മുന്നോട്ട് വരുന്നത് നമുക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.